ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എൻ്റെ പേര് ജോഷിബ, എൻ്റെ ഭർത്താവ് ജോഷി. ഞങ്ങൾ മഞ്ഞുമലിൽ നിന്ന് വരുന്നു. എനിക്ക് 3 വർഷത്തോളമായി ശക്തമായ വയറുവേദനയും ഓവർ ബ്ലീഡിങ്ങുമായിരുന്നു. ഈ മെയ് 7-ന് എനിക്ക് അമിതമായ നിർത്താതെയുള്ള രക്തസ്രാവം ഉണ്ടാകുകയും ഞാൻ ഹോസ്പിറ്റലിൽ വാഷ്റൂമിൽ അബോധാവസ്ഥയിലായി വീഴുകയും ചെയ്തു. എന്നെ എമർജൻസിയിലേക്ക് ഷിഫ്റ്റ് ചെയ്ത ഡോക്ടർമാർ സ്കാനിങ്ങും ബയോപ്സിയും നടത്തിയതിൽ എനിക്ക് യൂട്രസിനേക്കാൾ വലിപ്പമുള്ള ഫൈബ്രോയിഡ് ഉണ്ടെന്ന് കണ്ടെത്തുകയും ക്യാൻസറാകാൻ ഭാവിയിൽ സാധ്യതയുള്ള കോശങ്ങൾ ഉള്ളതിനാൽ സർജറിയാണ് ചെയ്യുകയാണ് നല്ലതെന്നും പറഞ്ഞു. എൻ്റെ സർജറി അതനുസരിച്ച് ജൂൺ 4-ന് നടന്നു. സർജറിയിൽ എൻ്റെ ഗർഭാശയവും ഓവറിയും നീക്കം ചെയ്തു. എന്നാൽ പിന്നീട് നടത്തിയ ബയോപ്സിയിൽ എനിക്ക് എൻഡോമെട്രിയൽ ക്യാൻസറാണെന്ന് സ്ഥിരീകരിക്കപ്പെട്ടു. അതനുസരിച്ച് ഉടനെ തന്നെ MRI ചെയ്യുവാനും ഓങ്കോളജി ഡിപ്പാർട്ട്മെൻറ്റിലേക്കും എന്നെ റെഫർ ചെയ്തു. ഈ വിഷമഘട്ടത്തിൽ എൻ്റെ ഭർത്താവ് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും എൻ്റെ കുടുംബാംഗങ്ങളെല്ലാവരും കൃപാസന മാതാവിനോട് മുട്ടിപ്പായി പ്രാർത്ഥിക്കുകയും ചെയ്തു. ഞങ്ങൾ വിശുദ്ധ തൈലം എല്ലാ ദിവസവും പൂശുകയും മാതാവിൻ്റെ കാശുരൂപം എൻ്റെ ഉദരത്തിൽ വെച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു. എല്ലാ ദിവസവും ഞാനും ജീവിത പങ്കാളിയും സജീവമായി ദിവ്യബലിയിൽ പങ്കെടുക്കുകയും ഇവിടെ നിന്നുള്ള കൃപാസനം പത്രം വിതരണം ചെയ്യുകയും കാരുണ്യപ്രവൃത്തികൾ ചെയ്യുകയും ചെയ്തു. ഓങ്കോളജി ഡിപ്പാർട്ട്മെൻറ്റിലെ ഡോക്ടർമാർ റെഫർ ചെയ്തതനുസരിച്ച് എൻ്റെ മോളിക്കുലാർ ടെസ്റ്റ് നടത്തിയതിൻ്റെ റിസൾട്ട് 15 ദിവസത്തിന് ശേഷം ഈ ജൂൺ 17-ന് വന്നു. ഈ ജൂൺ 17-ന് റിസൾട്ട് കണ്ട ഡോക്ടർമാർ പറഞ്ഞത് നേരത്തെ ഒരു സർജറി ചെയ്തതിനാൽ ഉടനെ തന്നെ വീണ്ടും സർജറി ചെയ്യണമെന്ന് പറഞ്ഞ ഡോക്ടർമാർ തന്നെ ഇനി സർജറിയോ കീമോയോ മരുന്നോ ഒന്നും ആവശ്യമില്ലെന്നും മതിയായ ഫോളോ അപ്പുകൾ മാത്രം ചെയ്താൽ മതിയെന്നും പറഞ്ഞു. ഇത് അമ്മ മാതാവിൻ്റെ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണെന്ന് ഞാനും എൻ്റെ കുടുംബവും ഉറച്ചു വിശ്വസിക്കുന്നു. അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി. സർജറിയുടെ സമയത്ത് എനിക്ക് ക്യാൻസറാണെന്ന് സ്ഥിരീകരിക്കാത്തത് കൊണ്ട് ഗർഭാശയവും ഓവറിയും മാത്രമേ നീക്കം ചെയ്തുള്ളൂ. അതിൻ്റെ കഴലുകൾ അവിടെ ഉള്ളതിനാൽ എനിക്ക് വീണ്ടും സർജറി വേണ്ടിവരുമെന്നും റേഡിയേഷനോ കീമോതെറാപ്പിയും എടുക്കേണ്ടി വരുമെന്നും പറഞ്ഞിരുന്നതാണ്. ഇപ്പോൾ ഒന്നും കൂടാതെ മരുന്നോ ഒന്നും കൂടാതെ എനിക്ക് സുഖപ്പെട്ടിരിക്കുന്നത്. ഇത് മാതാവിൻ്റെ തിരുക്കുമാരൻ്റെയും അനുഗ്രഹം ഒന്നു മാത്രമാണ്. ലൂക്ക 12:8 മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്നവരെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുമ്പിൽ ഞാനും ഏറ്റുപറയും. ഈശോയുടെ തിരുവചനങ്ങളാണ്. തങ്ങൾക്ക് കിട്ടിയ രോഗസൗഖ്യം എത്ര നാളായി ഉടമ്പടി എടുത്തിട്ട്? ജൂലൈ 6-നാണ് എൻ്റെ ഭർത്താവ് ഇവിടെ ഉടമ്പടി എടുത്തത്. ജൂലൈ 17-നാണ് എനിക്ക് രോഗസൗഖ്യം പൂർണ്ണമായി അനുഭവിച്ചിരിക്കുന്നത്. ഇത് ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിലാണ് മാതാവ് എൻ്റെ കുടുംബത്തിൽ എന്നിലൂടെ ഈ അത്ഭുതം പ്രവർത്തിച്ചിരിക്കുന്നത്.